സുഹൃത്തുക്കളെ, മനോഹരമായൊരു പ്രകൃതി ദൃശ്യം നിങ്ങളെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സംസാരം ആരംഭിക്കുന്നത്. മനോഹരമായൊരു പുഴയുടെ തീരത്ത് സായാഹ്നത്ത് നിന്നുകൊണ്ടാണ് നമ്മുടെ സംസാരം. ഇവിടെ ഒരു ചേട്ടൻ വീശുവല എറിയാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും മനോഹരമാണ് സായാഹ്നവും പ്രകൃതിയുമൊക്കെ. പക്ഷെ നമ്മുടെ വിഷയം അത്ര മനോഹരമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടി വരുന്നത്. നിങ്ങൾക്ക് ഇതിനകം തന്നെ പിടികിട്ടി കാണും നിർമ്മല കോളേജിലെ പ്രശ്നങ്ങൾ. നമ്മുടെ സമൂഹം എത്രത്തോളം ഭിന്നിച്ചു പോകുന്നു, അതിന് കാരണമാകുന്നു ഇത്തരം സംഭവങ്ങൾ. ചിലർ ബോധപൂർവം ഉണ്ടാക്കുന്ന ചില ശ്രമങ്ങൾ എന്ന് തന്നെയാണ് നിർമ്മല കോളേജ് സംഭവത്തെക്കുറിച്ച് പറയേണ്ടി വരിക. ഇത്ര നാളും ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ, ഒരു കലാലയത്തിൽ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു സമരം നടന്നിരുന്നില്ല എന്ന് തന്നെ കൃത്യമായി നമുക്ക് പറയാൻ കഴിയുന്നതാണ്. അതായത് ഒരു പ്രാർത്ഥന ആവശ്യം, നിസ്കാര ആവശ്യത്തിന് വേണ്ടി ഒരു മുറി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അത് മറ്റൊരു മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട സഭ നടത്തുന്ന ഒരു കോളേജിൽ സമരം ചെയ്യുകയാണ്. ഇതെവിടേക്കാണ് പോകുന്നത് എന്ന സംശയമാണ് തുടക്കം തന്നെ ഉള്ളത്. ഈ ആവശ്യമുന്നയിച്ചവരുടെ ധൈര്യം എന്താണ് എന്നുകൂടി സംശയിക്കുകയാണ്. കാരണം ഏത് സ്ഥലത്തും തങ്ങൾക്ക് വേണ്ടത് പിടിച്ചെടുക്കുക അല്ലെങ്കിൽ നേടിയെടുക്കുക എന്നങ്ങ് പറയുന്നതിന് അങ്ങനെ അങ്ങ് പറഞ്ഞ് ചെന്നു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? യഥാർത്ഥത്തിൽ നടക്കുമെന്ന് കരുതി തന്നെ ആയിരിക്കാം വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളും അവിടെ സമരരംഗത്ത് എത്തി എന്നുള്ളതാണ്. SFIയും MSFും ഒക്കെ സമരരംഗത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അവർ അത് നിഷേധിച്ചു. SFIയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ, അവിടെ പഠിക്കുന്നവരുണ്ട്, പക്ഷേ അവരാരും തന്നെ ഈ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പോലും പറയുന്നു. പക്ഷേ കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ കോളേജുമായി ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാണിച്ചത് SFIക്ക് പങ്കുണ്ട്, MSFന് പങ്കുണ്ട് എന്നൊക്കെയുള്ളതാണ്. എന്തായാലും SFI ഇത് നിഷേധിച്ചു. ഒരു പരിധിവരെ കൈവിട്ട് പോയ സമയത്ത് ഇതിനൊരു നിഷേധക്കുറിപ്പുമായി രംഗത്ത് വന്നു SFI എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. MSFും തങ്ങൾക്ക് പങ്കില്ല എന്ന് പറയുന്നു. കാരണം ഈ വിഷയം അങ്ങ് കൈവിട്ടുപോയി. കാണിച്ചത് തോന്നിവാസമാണ് എന്ന തോന്നൽ എല്ലാവർക്കും ഉണ്ടായി. ഏറ്റവും ഒടുവിൽ ഈ കോളേജിനോട് ചേർന്നുള്ള 2 മഹല്ല് കമ്മിറ്റികളും രംഗത്ത് വന്ന് ഇത് അവിവേകമാണ് കാണിച്ചത്, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് സംഭവം ഉണ്ടായി 2 ദിവസത്തിന് ശേഷം പ്രതികരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇങ്ങനൊരു ആവശ്യവുമായി ഇവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോഴാണ് പല മതപണ്ഡിതന്മാരുടെയും പ്രസംഗങ്ങൾ ഇപ്പോൾ വൈറലാകുന്നത്. അതായത് ഒരു കോളേജിൽ ഇങ്ങനെ 2-3 കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ടായിരുന്നു, അവരാവശ്യം ഉന്നയിച്ച് സമരം നടത്തി, ഒരുപാട് കുട്ടികൾ രംഗത്ത് വന്നു സമരത്തിന് പിന്തുണയുമായി. അങ്ങനെ ഒരു വലിയൊരു വിഭാഗത്തിൻ്റെ നിസ്കാര കേന്ദ്രമായി, അവിടെ ഒരു ഫലത്തിൽ നിസ്കാര കേന്ദ്രത്തിനൊരു പള്ളിക്ക് സമാനമായ സംവിധാനം ഒരുക്കി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ ഈ സമൂഹത്തിനുള്ളിൽ നടക്കുന്നുണ്ട് എന്നതുകൂടി ഇപ്പോൾ പുറത്തു വന്ന വീഡിയോകളിൽ പലയിടത്തുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ബോധപൂർവം കരുതിക്കൂട്ടിയുണ്ടായ ഒരു സമരത്തിൻ്റെ ഭാഗമാണ്. എങ്ങനെയാണ് ഒരു പ്രശ്നമുണ്ടാക്കാൻ സാധിക്കുക എന്ന് ബോധപൂർവം കരുതിക്കൂട്ടി ചില ശ്രമങ്ങൾ നടത്തുകയാണ്. തങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, ആ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഉള്ള നീക്കങ്ങൾ നടത്തും തങ്ങൾ എന്ന് തന്നെ അവർ പറയുകയാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയുടെയൊക്കെ വിധിയുടെ ഭാഗമായി തന്നെ ഇതൊരു മതരാഷ്ട്രമാക്കി മാറ്റാൻ, ഇസ്ലാമിക മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അതിൻ്റെ അജണ്ട എന്ന് തന്നെ പറയുന്നു. ശരീഅത്ത് നിയമം നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി നേരത്തെ നിലപാടുകൾ എടുത്തിരുന്നു. ഇപ്പോൾ അവർ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കാൻ തുടങ്ങുകയും ജനാധിപത്യമാണ് ശരി എന്നൊക്കെ മീഡിയ വണ്ണിലെ അടുപ്പുകൂട്ടൽ ചർച്ചയിലൊക്കെ അവർ വാദിക്കുകയൊക്കെ ചെയ്യുന്ന കൗതുകകരമായ മാറ്റങ്ങൾ സമീപകാലത്തുണ്ട്. സമീപകാലത്ത് അവർ തന്നെ വെൽഫെയർ പാർട്ടി എന്നൊരു പാർട്ടിയൊക്കെ അവർ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിൽ അപകടകരമായ ഒരു പ്രവണതയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ധൈര്യം ഉണ്ടാക്കാൻ കഴിയുന്നത്? ഇപ്പോൾ മൈനോറിറ്റികൾക്ക് ഒരു അധിക അവകാശമുണ്ട് ഇത്തരം കലാലയങ്ങൾ രൂപീകരിക്കാൻ. അത് കേവലം ക്രിസ്ത്യൻ വിഭാഗത്തിന് മാത്രമല്ല, മുസ്ലിം വിഭാഗങ്ങൾക്കുമുണ്ട്. അപ്പോൾ ഇത്തരം കോളേജുകളിൽ ഇങ്ങനെ ഒരു ആവശ്യം മറ്റു കുട്ടികൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് എവിടെയും ഉന്നയിച്ചതായി അറിയില്ല. ഇപ്പോൾ ക്രിസ്ത്യൻ കോളേജുകളുണ്ടെങ്കിൽ അതിനുള്ളിൽ ചാപ്പലുകൾ ഉണ്ടാകുക, അത് അവരുടെ മതപ്രചരണത്തിൻ്റെ ഭാഗമായി അവർ ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ മറ്റു പലയിടത്തും അതിനുള്ള സംവിധാനങ്ങൾ, നിസ്കാരത്തിനുള്ള സംവിധാനങ്ങളടക്കം മുസ്ലിം കലാലയങ്ങളിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത് മറ്റൊരു മതം, മറ്റൊരു മൈനോറിറ്റിയുടെ, ഇപ്പോൾ മുസ്ലിം
നിങ്ങളുടെ ഒരു സ്ഥലത്ത് പോയി ഇവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഇതുവരെ ആരും ആവശ്യം ഉന്നയിച്ചിട്ടില്ല. അത്രയും ലോജിക്കില്ലാത്തവരല്ല ആരുമെന്ന് കരുതുകയാണ്. അതുകൊണ്ട് അവരാരും അങ്ങനെ ഉന്നയിച്ചില്ല. പക്ഷേ ഇവിടെ അങ്ങനെ ഉന്നയിക്കപ്പെട്ടു എന്നുള്ളത് യഥാർത്ഥത്തിൽ അമ്പരപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഒരു പരിധിവരെ, അല്ലെങ്കിൽ ഇനി എല്ലാ കലാലയങ്ങളിലും ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം സംവിധാനങ്ങൾ ഉണ്ടാകണം. അങ്ങനെ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയുള്ള ഒരു സ്ഥലമുണ്ട് യഥാർത്ഥത്തിൽ. കൊച്ചി അമൃത മെഡിക്കൽ കോളേജിലാണ്. അവിടെ ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം ഈ 3 വിഭാഗങ്ങൾക്കും അവിടെ പ്രാർത്ഥനയ്ക്കുള്ള, അതായത് 1, 2, 3 ഈ 3 മുറികളിലായി അതിനുള്ള 3 കൂടെ ചേർത്ത് വെച്ചൊരു മതസൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രമാക്കി അവിടെ ഉണ്ട്. അത് പലതരം മനുഷ്യർ, പ്രത്യേകിച്ച് ആശങ്കയോടെ കഴിയുന്ന മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ആശങ്ക മാറ്റാൻ പ്രാർത്ഥനയിലൂടെയൊക്കെ ഒരു ഗുണം കിട്ടും എന്ന് കരുതിയായിരിക്കാം ഒരു പക്ഷേ അമൃത മെഡിക്കൽ കോളേജിൽ, എയിംസിൽ അങ്ങനെ ഒരു സൗകര്യമുള്ളത്. പക്ഷേ സ്കൂളിൽ, കോളേജിൽ, ഇപ്പോൾ നിർമ്മല കോളേജിനെ സംബന്ധിച്ച് അതിൻ്റെ പുറത്ത് മുസ്ലിം പള്ളികളുണ്ട്. അവിടെ വേണമെങ്കിൽ പോയി നിസ്കരിക്കാവുന്നതേ ഉള്ളൂ. ഇനി വനിതകളാണെങ്കിൽ ഇനി ആ പള്ളികളിൽ അതിനുള്ള സൗകര്യമില്ലയോ എന്തോ എന്ന് അറിയില്ല. കാരണം ചില പള്ളികളിൽ പ്രത്യേക സൗകര്യമൊക്കെ ഒരുക്കാറുണ്ട്. ഒരുമിച്ചിരുന്ന് നിസ്കാര രീതികളല്ലല്ലോ ഉള്ളത്. അപ്പോൾ ഈ പള്ളികളിൽ അതില്ലാത്തത് കൊണ്ടാണോ ഇത് എന്ന് അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ ഒരു അവകാശം എനിക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ എനിക്ക് അതിനൊരു മുറി വേണം എന്നുള്ളത് ഒരു മൗലിക അവകാശമായി ഒരിക്കലും ഉയർന്നു വരുന്നില്ല. ഭരണഘടന തരുന്ന ഒരു സ്വാതന്ത്ര്യമല്ല. അത് പിടികിട്ടിയതോടുകൂടിയാണ് ഈ മഹല്ല് കമ്മിറ്റികൾ അടക്കം കോളേജിന് ചുറ്റിലുമുള്ളവർ തിരുത്തിക്കൊണ്ട് രംഗത്ത് വന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ആകെ പരുക്ക് പറ്റുകയാണ് ഈ സംഭവത്തിൽ. വർഗീയത ആളിക്കത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ക്രൈസ്തവ വിഭാഗങ്ങൾ, കത്തോലിക്ക കോൺഗ്രസ് അടക്കം ഇതിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. എന്താ പറയുക, മെത്രാൻ സമിതി ഉൾപ്പെടെയുള്ളവർ, ഇപ്പോൾ ചങ്ങനാശ്ശേരി സഹായ മെത്രാൻ തോമസ് തറയിൽ ഉൾപ്പെടെയുള്ളവർ ഈ ക്രൈസ്തവ കലാലയങ്ങൾക്കെതിരെ വളരെ ആസൂത്രിതമായ നീക്കം നടത്തുന്നു എന്ന പ്രതികരണം നടത്തുന്നു. അവിടെ BJP ആണ് അതിലൊരു കൃത്യമായ പ്രതികരണം നടത്തിയത്. സ്വാഭാവികമായും കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇപ്പോൾ തൃശ്ശൂരടക്കം BJPയിലേക്ക് ക്രൈസ്തവ വോട്ടുകൾ അടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സെയിം പൊളിറ്റിക്സ് ഇവിടെയും സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഫലത്തിൽ ഈ കോൺഗ്രസോ CPM ഒന്നും ഇതിനെ അതിശക്തമായി അപലപിച്ചുകൊണ്ടോ തള്ളിപ്പറഞ്ഞുകൊണ്ടോ രംഗത്ത് വന്നില്ല എന്നുള്ളതാണ് കൗതുകകരമായിട്ടുള്ളത്. എന്തായാലും ഒരു സ്വകാര്യ സ്ഥാപനമാണ്, അവിടെ എങ്ങനെ വേണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം ആ കലാലയത്തിനുണ്ട്. മുസ്ലിം കലാലയങ്ങളിൽ ഉള്ളതുപോലെ തന്നെ അവകാശം അവർക്കുണ്ട്. അല്ലെങ്കിൽ എല്ലായിടത്തും ഇത് ചെയ്യുന്നൊരു സ്ഥിതി അമൃതയിലെ പോലെ സമാനമായി ഉണ്ടാകണം. എന്തായാലും ക്രിസ്ത്യൻ മിഷണറിമാർ സ്വാഭാവികമായിട്ട് അവരുടെ മതം പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും നടത്തുക. അവർ സ്വാഭാവികമായിട്ടും ഈ മറ്റ് മുസ്ലിങ്ങൾക്കുള്ള സൗകര്യങ്ങൾ കൊടുക്കില്ല. ഫലത്തിൽ ഇതൊരു വളരെ മോശം പ്രവണതയായി, ചർച്ചയായി ഇത് സമൂഹത്തിൽ മാറി. അതിന് നേതൃത്വം കൊടുത്ത ആളുകളെ പുറത്തെത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ വിദ്യാർത്ഥികൾ ആരൊക്കെയോ ഇൻജക്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ് എല്ലാവരും കൂടെ ഒരുമിച്ചൊരു സമരത്തിലേക്ക് പോകുന്ന നില പോലും ഉണ്ടായത്. കേരള സമൂഹത്തെ ആകെ കളങ്കപ്പെടുത്തുന്ന നിലയിലേക്ക് ഈ ഒരു വിഷയം മാറിക്കഴിഞ്ഞു എന്നതിൽ യാതൊരു സംശയമില്ല. യാതൊരു തരത്തിലും യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത പെരുമാറുന്ന വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്ന സ്ലീപ്പിംഗ് സെല്ലുകൾ പലയിടത്തും പ്രവർത്തിക്കുന്നുണ്ട്. അതിനോട് ജാഗ്രതയോടുകൂടി പെരുമാറുക മറ്റു വിദ്യാർത്ഥികളും പൊതുസമൂഹവും എന്നുള്ളതാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് നൽകുന്ന പാഠം. ഇതുകൊണ്ടാകെ സമൂഹത്തിൽ വർഗീയത വീണ്ടും വർദ്ധിച്ചു എന്നല്ലാതെ ഇവിടെ മതനിരപേക്ഷ പാർട്ടികൾ എന്ന് അവകാശപ്പെടുന്ന BJP ഒഴികെയുള്ള കോൺഗ്രസും CPM-ഉം CPI ഉൾപ്പെടെ മറ്റു പാർട്ടികൾ ആരും തന്നെ ഇതിനെതിരെ കടന്നാക്രമിച്ചുകൊണ്ട് ഈ നിലപാട് ഫലത്തിൽ അതിശക്തമായി എതിർക്കപ്പെടേണ്ടതായിരുന്നു. അങ്ങനെ ശക്തമായ എതിർപ്പുകളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളത്. ഫലത്തിൽ വർഗീയത വളർത്തുന്നത് BJP-യും സംഘപരിവാറുമാണ് എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് ഈ വർഗീയതയ്ക്ക് ചൂട്ടുപിടിക്കുന്നവരായി ഇത്തരം മുഖ്യധാര പാർട്ടികൾ മാറുന്ന കൗതുകവും ഈ സംഭവത്തിലുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇത്തരം പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആഗ്രഹിക്കാം. തൽക്കാലം ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട എന്ന് വെച്ച് മാറ്റിവെക്കുകയാണ് കഴിഞ്ഞ 2 ദിവസവും ചെയ്തത്. ഇത് നമ്മൾ തന്നെ പരമാവധി സ്പ്രെഡ് ചെയ്യുന്ന നിലയുണ്ടാകരുത്. പക്ഷേ പിന്നെയും ഇത് വലിയ സമൂഹത്തിൽ ചർച്ചയാകുമ്പോൾ ഇത്തരം വിഷയങ്ങൾ ഇനി ഉണ്ടാകരുത്. അതിന് വലിയ ജാഗ്രത ഓരോ വിഭാഗങ്ങളുടെയും മാത്രം ഭാഗത്തു നിന്നും ഉണ്ടാകണം. നമ്മൾ വളരെ സമാധാനത്തോടു കൂടി പോകുന്നൊരു സമൂഹമാണെന്നും ഓർമ്മിപ്പിക്കുകയാണ്. നന്ദി.